എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എറണാകുളത്തേക്കുള്ള ഒരു ഫാമിലി ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 5 മണിയോടെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി 5:25 വേണാട് എക്സ്പ്രസ്സിലാണ് യാത്ര ആരംഭിക്കുന്നത്. യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. 10 മണിയോടെ നമ്മൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഹൈക്കോർട്ട് കണ്ട് ഫോട്ടോ എടുത്തതിന് ശേഷം വാട്ടർ മെട്രോ ലക്ഷ്യമാക്കി നമ്മൾ നടന്നു. ടിക്കറ്റ് എടുക്കുന്നതിന് നല്ല തിരക്കായതിനാൽ കസിനെ ടിക്കറ്റ് എടുക്കാൻ ഏൽപ്പിച്ച ശേഷം വാട്ടർ മെട്രോയുടെ മുൻവശത്തുള്ള വിശാലമായ നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നു. നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 30 രൂപയായിരുന്നു. വാട്ടർ മെട്രോയിൽ കയറുവാൻ നീണ്ട ക്യൂ ആയിരുന്നു. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. ഓരോ 45 മിനിറ്റും ഇടവിട്ടാണ് വാട്ടർ മെട്രോ സർവീസ് ഉള്ളത്. അങ്ങനെ ആദ്യമായി വാട്ടർ മെട്രോയിൽ കയറി. ക്യൂവിൽ മുന്നിൽ നിന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മെട്രോയിൽ കയറുവാനും സൈഡ് സീറ്റിൽ ഇരിക്കുവാനും സാധിച്ചു. മെട്രോ ഫുള്ള് AC ആണ്. പുറത്ത് നല്ല മഴയുമാണ്. മെട്രോയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. മഴ കാരണം പുറത്തുള്ള കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഫോർട്ട് കൊച്ചിയിലിറങ്ങിയ ഞങ്ങൾ ആദ്യം പോയത് മട്ടാഞ്ചേരി ഡച്ച് പാലസിലേക്കാണ്. ഒരാൾക്ക് 5 രൂപയാണ് പ്രവേശന ടിക്കറ്റായി വന്നത്. പാലസിനകത്ത് വീഡിയോ എടുക്കാൻ അനുവദിച്ചിരുന്നില്ല. ഡച്ച് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പല്ലക്കുകളും ആയുധങ്ങളും രാജാക്കന്മാരുടെ വസ്ത്രങ്ങളും രാജാക്കന്മാരെക്കുറിച്ചുള്ള ലഘു വിവരണങ്ങളും മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നു. ജൂത തെരുവിലേക്കാണ് അടുത്ത യാത്ര. മ്യൂസിയത്തിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അതിമനോഹരമായ പഴമ നിലനിർത്തുന്ന ഡച്ചുകാരുടെ ഒരു തെരുവാണവിടെ. ചുറ്റുപാടും പുരാവസ്തു, കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവ വിൽക്കുന്ന ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ എല്ലാത്തിനും നല്ല വിലയുമാണ് അവിടെ. അടുത്തതായി പോയത് ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയത്തിലേക്കാണ്. അവിടെ പോയപ്പോൾ തന്നെ ഒരു ഗൈഡ് മ്യൂസിയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു തന്നു. മിസൈലുകളും വെടിക്കോപ്പുകളും പ്രദർശിപ്പിച്ചിരുന്നു. 2 ബങ്കറുകൾ അവിടെ ഉണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിന് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന മിസൈലുകളും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്ന 2 ബങ്കറുകളാണ് ഇപ്പോൾ നേവൽ മ്യൂസിയമായി ഉപയോഗിക്കുന്നത്. ഒരു ഹെലികോപ്റ്റർ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അത് വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു. നേവിക്കാർ ഉപയോഗിച്ചിരുന്ന യൂണിഫോംസ്, ബാഡ്ജ്, ഫ്ലാഗ്, യുദ്ധക്കപ്പലുകളുടെ മാതൃകകൾ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുകയറ്റം വ്യക്തമാക്കുന്ന ചിത്രപ്പണികൾ എന്നിവ അവിടെ ഉണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ നിന്നും തിരിച്ച് വൈപ്പിൻ വരെ ജങ്കാർ സർവീസാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് 3 രൂപയാണ്. ജങ്കാർ വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ്. ജങ്കാർ വന്നതിന് ശേഷം വാഹനങ്ങൾ വരിയായി തന്നെ സെക്യൂരിറ്റിയുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ജങ്കാറിലേക്ക് കയറുന്നുണ്ടായിരുന്നു. നമ്മളും സൈഡിലൂടെ ജങ്കാറിൻ്റെ മുന്നിൽ സ്ഥാനം പിടിച്ചു. ജങ്കാർ തിരമാലയ്ക്ക് ഒപ്പം ആടി ഉലയുന്നുണ്ടായിരുന്നു. അത് മനസ്സിനെ ഭയം സൃഷ്ടിച്ചു. ഓരോ 10 മിനിറ്റിലും ഇടയ്ക്കാണ് ജങ്കാർ സർവീസ് ഉള്ളത്. ഹൈക്കോർട്ട് വരെയുള്ള ജലയാത്രയ്ക്കായി അടുത്ത് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഗവൺമെൻറ് ബോട്ടായിരുന്നു. ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 6 രൂപയാണ്. ഈ യാത്ര വേറിട്ട ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ടിക്കറ്റ് ചാർജ് കുറവായതിനാൽ ഒരുപാട് പേർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒരു യാത്രാ രീതിയാണിത്. വാട്ടർ മെട്രോയെക്കാളും എന്തുകൊണ്ടും ലാഭകരമാണ് ഈ യാത്ര. അടുത്തതായി ഞങ്ങളുടെ യാത്രാ ലക്ഷ്യം ലുലു മാളാണ്. അതിനുവേണ്ടി ടിക്കറ്റ് എടുത്ത് ട്രെയിനിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ കാത്തു നിന്നു. നല്ല വൃത്തിയുള്ള പ്ലാറ്റ്ഫോമായിരുന്നു. പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്ക് നിൽക്കാനായി വരച്ചിട്ടുള്ള മഞ്ഞ ലൈൻ കടക്കാതിരിക്കാൻ സെക്യൂരിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ട്രെയിൻ നല്ല തിരക്കുണ്ടായിരുന്നു. ലുലു മാളിലേക്ക് മെട്രോയിൽ നിന്ന് തന്നെ ബ്രിഡ്ജ് കണക്ഷൻ ഉണ്ടായിരുന്നു. അതിനാൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ ലുലു മാളിലേക്ക് കയറാമായിരുന്നു. ലുലു മാളിൽ വന്നതിന് ശേഷം ഷോപ്പിങ്ങിനേക്കാൾ കൂടുതൽ സമയം ചിലവഴിച്ചത് ഫണ്ടൂറ സെക്ഷനിലായിരുന്നു. കുട്ടികൾ ഹാപ്പി. എറണാകുളം ടൗണിൽ നിന്ന് 11:15 ട്രിവാൻഡ്രം എക്സ്പ്രസ്സിൽ കയറി രാവിലെ 4:30 ഞങ്ങളുടെ സ്വന്തം ട്രിവാൻഡ്രത്തേക്ക്.